ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന IPO റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ ഓപ്പറേറ്ററാണ്. പ്രമുഖ ബ്രാൻഡുകളായ KFC, പിസ്സ ഹട്ട്, കോസ്റ്റ കോഫി തുടങ്ങിയ ബ്രാൻഡുകളുടെ ഫ്രാഞ്ചൈസി റൺ ചെയ്യുന്നത് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇനി ഇവിടെ പ്രസക്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ IPOകൾക്ക് മാർക്കറ്റിൽ ഇത്രയധികം അക്സെപ്റ്റൻസ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ജുബിലൻ്റ് ഫുഡിൻ്റെ IPO നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. 135 രൂപ 145 രൂപ പ്രൈസിലായിരുന്നു മാർക്കറ്റിൽ വന്നത്. ആ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 3700 രൂപ റേഞ്ചിലാണ്. അതുപോലെ തന്നെ അതിനുശേഷം വന്ന് ബെക്ടേഴ്സ് ഫുഡിൻ്റെ ആയാലും അതുപോലെ തന്നെ ബർഗർ കിങ്ങിൻ്റെ ആയാലും കൂടാതെ റീസെൻ്റ്ലി വന്ന സൊമാറ്റോയുടെ IPO ആയാലും ലിസ്റ്റിംഗ് ഗെയിൻ പോയിൻ്റ് ഓഫ് വ്യൂ ഈ IPOകളെല്ലാം ബമ്പർ ലിസ്റ്റിംഗ് ഗെയിനാണ് തന്നത്. എന്നാൽ ഇതിൽ പല കമ്പനികളും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഫാക്റ്റും നമ്മൾക്കറിയാം. ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം മാർക്കറ്റ് ഷെയർ ഉള്ളത് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ സർവീസുകൾക്കാണ്. അതായത് ഇന്ത്യൻ ഫുഡ് ഇൻഡസ്ട്രിയുടെ 34% കൈയടക്കിയിരിക്കുന്നത് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ സർവീസ് കമ്പനികളാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനികളുടെ സെയിൽസ് വാല്യൂവും വളരെ ഉയർന്ന സെയിൽസ് വാല്യൂ ആണ്. ഇനി ഈ IPO റിവ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് അല്ലെങ്കിൽ KFC, പിസ്സ ഹട്ട് പോലുള്ള കമ്പനികളുടെ ഫ്രാഞ്ചൈസി റൺ ചെയ്യുന്ന ഈ കമ്പനി മാർക്കറ്റിൽ ആൾറെഡി ലിസ്റ്റഡ് ആയിരിക്കുന്ന എക്സിസ്റ്റിംഗ് കമ്പനികളെ ബീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇതിനുള്ള ഉത്തരം കമ്പനിയുടെ ബിസിനസ് മോഡൽ അനാലിസിസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് മനസ്സിലാകൂ. ഇന്നത്തെ വീഡിയോയിൽ ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബിസിനസ് മോഡൽ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസ്, കമ്പനിയിൽ നിന്നും മാർക്കറ്റ് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഗ്രേ മാർക്കറ്റ് പ്രീമിയം, അതുപോലെ തന്നെ IPOയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഡേറ്റുകൾ എന്നിവയാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിസ്സ ഹട്ട്, KFC തുടങ്ങിയ ബ്രാൻഡുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ ഇന്ത്യൻ ഫ്രാഞ്ചൈസിയാണ് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി. ലോകത്താകമാനം 180 രാജ്യങ്ങളിലായി 50,000-ലേറെ റെസ്റ്റോറൻറ്റുകളാണ് ബ്രാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 1997 രാജസ്ഥാനിലെ ജയ്പൂരിൽ പിസ്സ ഹട്ടിൻ്റെ ഒരു സ്റ്റോർ ആരംഭിച്ചുകൊണ്ടാണ് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസിയായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലുള്ള 26 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 284 KFC സ്റ്റോറുകളും 317 പിസ്സ ഹട്ട് സ്റ്റോറുകളുമാണ് ഉള്ളത്. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ഓപ്പറേറ്ററാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം വളർച്ചാ സാധ്യതയുള്ളതും കൂടാതെ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്നതുമായ ഒരു ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ ഓപ്പറേറ്ററാണ് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. ബ്രാൻഡ് കൂടാതെ കോസ്റ്റ കോഫി ബ്രാൻഡുമായി ചേർന്നും ദേവയാനി ഇൻ്റർനാഷണൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കോസ്റ്റ കോഫി ബ്രാൻഡിൻ്റെ ഇന്ത്യൻ ഫ്രാഞ്ചൈസി ആയിട്ടാണ് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് വർക്ക് ചെയ്യുന്നത്. കോസ്റ്റ കോഫി എന്ന ബ്രാൻഡിന് ലോകത്തെ 33 രാജ്യങ്ങളിലായി 3400ഓളം കോഫി ഷോപ്പുകളാണുള്ളത്. ഇതിൽ ഇന്ത്യയിലുള്ള 44 കോഫി ഷോപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ആണ്. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിലായി വിവിധ ഫ്രാഞ്ചൈസി ഇനത്തിൽ 109 സ്റ്റോറുകളാണ് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി ആരംഭിച്ചത്. ഇതുകൂടാതെ നമ്മൾക്ക് കമ്പനിയുടെ ബിസിനസ് മോഡലിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് വിവിധ ഫ്രാഞ്ചൈസികൾ, അതായത് KFC, പിസ്സ ഹട്ട്, കോസ്റ്റ കോഫി തുടങ്ങിയ ഫ്രാഞ്ചൈസികളുടെ ഇന്ത്യൻ സ്റ്റോറുകൾ. രണ്ടാമത്തേത് KFCയുടെയും പിസ്സ ഹട്ടിൻ്റെയും ഇന്ത്യയിലും നേപ്പാളിലുമുള്ള അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള സ്റ്റോറുകൾ. മൂന്നാമത്തേത് ഈ കമ്പനിയുടെ, അതായത് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രി. ഇവിടെ വാങ്കോ, ഫുഡ് സ്ട്രീറ്റ് തുടങ്ങിയ പ്രോഡക്റ്റുകളും ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഏറ്റവും അധികം പ്രസൻസ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മെട്രോ സിറ്റികളിൽ തന്നെയാണ്. ഡൽഹി, ഫരീദാബാദ്, ഗുഡ്ഗാവ്, ബാംഗ്ലൂർ, കൽക്കട്ട, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ സിറ്റികളിലാണ് നമ്മൾക്ക് ഈ കമ്പനിയുടെ ഏറ്റവും അധികം പ്രവർത്തനം കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ടോട്ടൽ റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഫ്രാഞ്ചൈസി ഇനത്തിൽ തന്നെയാണ് ഈ കമ്പനിയുടെ 94.19% റവന്യൂ വരുന്നത്.
ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ പെർഫോമൻസ് അനാലിസിസിലേക്ക് കടക്കാം. ഇവിടെ 2019 ഫിനാൻഷ്യൽ ഇയർ, 2020 ഫിനാൻഷ്യൽ ഇയർ, 2021 ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. 2019 ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനി 1323 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു ജനറേറ്റ് ചെയ്തത്. 2020 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 1535 കോടിയായി ഉയർന്നു. 2021 ഫിനാൻഷ്യൽ ഇയറിൽ റവന്യൂ വീണ്ടും 1198 കോടിയായി താഴ്ന്നു. എക്സ്പെൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2019 ഫിനാൻഷ്യൽ ഇയറിൽ 1394 കോടി രൂപയുടെ എക്സ്പെൻസ് ആയിരുന്നു. 2020 ഫിനാൻഷ്യൽ ഇയറിൽ 1646 കോടി രൂപയുടെ എക്സ്പെൻസും 2021 ഫിനാൻഷ്യൽ ഇയറിൽ 1338 കോടി രൂപയുടെ എക്സ്പെൻസും നമുക്ക് കാണാൻ സാധിക്കും. കമ്പനിയുടെ റവന്യൂവും എക്സ്പെൻസും നമ്മൾ മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ആണെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം ഈ കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. കമ്പനി എത്രത്തോളം ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. അതായത് 2019 ഫിനാൻഷ്യൽ ഇയറിൽ 94 കോടി രൂപയുടെ ലോസ് ആയിരുന്നു ഈ കമ്പനി ക്രിയേറ്റ് ചെയ്തത്. 2020 ഫിനാൻഷ്യൽ ഇയറിൽ 121 കോടി രൂപയുടെ ലോസും 2020 ഫിനാൻഷ്യൽ ഇയറിൽ 121 കോടി രൂപയുടെ ലോസും 2021 ഫിനാൻഷ്യൽ ഇയറിൽ 62 കോടി രൂപയുടെ ലോസുമാണ് കമ്പനി ക്രിയേറ്റ് ചെയ്തത്. 2019-2020 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ വർദ്ധിച്ചതിനനുസരിച്ച് കമ്പനിയുടെ ലോസും വർദ്ധിച്ചു. എന്നാൽ 2020-2021 ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ കമ്പനി അതിൻ്റെ ലോസ് പകുതിയോളമായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ എൻ്റയർ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ പരിശോധിക്കുകയാണെങ്കിൽ 94% റവന്യൂവും കമ്പനിയുടെ കോർ ബിസിനസ്സായ ഫ്രാഞ്ചൈസി ഓപ്പറേഷനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെ ഈ കമ്പനി 3 സ്റ്റോറുകളാണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് KFC സ്റ്റോർ, രണ്ടാമത്തേത് പിസ്സ ഹട്ട് സ്റ്റോർ, മൂന്നാമത്തേത് കോസ്റ്റ കോഫി സ്റ്റോർ. ഈ 3 സ്റ്റോറുകളിൽ നിന്നുള്ള റവന്യൂ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. KFCയുടെ സ്റ്റോർ ഓപ്പറേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2020 ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 609 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു ജനറേറ്റ് ചെയ്തത്. അത് 2021 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ 644 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. പിസ്സ ഹട്ടിൻ്റെ റവന്യൂ നോക്കുകയാണെങ്കിൽ 417 കോടിയിൽ നിന്നും 287 കോടിയായി 2020-2021 ഫിനാൻഷ്യൽ ഇയറിൽ ഡിക്ലൈൻ ആയിട്ടുണ്ട്. കോസ്റ്റ കോഫിയുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ 81 കോടിയിൽ നിന്നും 21 കോടിയായി ഇതിൻ്റെ റവന്യൂ ഇടിഞ്ഞിട്ടുണ്ട്. അതായത് KFC മാത്രമേ ഈ കഴിഞ്ഞ 2020-2021 നന്നായി പെർഫോം ചെയ്തുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിസ്സ ഹട്ടിൻ്റെയും അതുപോലെ തന്നെ കോസ്റ്റ കോഫിയുടെയും റവന്യൂ ഇടിയുകയാണ് ചെയ്തത്. ഗ്രോസ് മാർജിൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഗ്രോസ് മാർജിനിലും അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. അതായത് ഏകദേശം 394 കോടിയിൽ നിന്നും 436 കോടിയിലേക്കുള്ള ഒരു ഗ്രോസ് മാർജിനാണ് KFCയിൽ വർധനവ് കാണാൻ സാധിച്ചത്. പക്ഷേ പിസ്സ ഹട്ടിൻ്റെ ഗ്രോസ് മാർജിൻ നോക്കുകയാണെങ്കിൽ 312 കോടിയിൽ നിന്നും 213 കോടിയിലേക്കും കോസ്റ്റ കോഫിയുടെ ഗ്രോസ് മാർജിൻ 63 കോടിയിൽ നിന്നും 16 കോടിയിലേക്കും ഇടിയുകയാണ് ചെയ്തത്. കമ്പനിയുടെ ടോട്ടൽ ഗ്രോസ് മാർജിൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്കൊരു വ്യത്യാസം കാണാൻ സാധിക്കും. KFCയുടെ ഗ്രോസ് മാർജിൻ 64.84% നിന്നും 67.68% ഉയർന്നു. പിസ്സ ഹട്ടിൻ്റെ ഗ്രോസ് മാർജിൻ നോക്കുകയാണെങ്കിൽ 74.88% നിന്നും 74.14% ഇടിഞ്ഞിട്ടുണ്ട്. കോസ്റ്റ കോഫിയുടെ നോക്കുകയാണെങ്കിൽ 77.35% നിന്നും 78.51% ഈ കമ്പനിയുടെ ഗ്രോസ് മാർജിൻ വർദ്ധിച്ചു. കമ്പനി സംഹൗ എനിഹൗ എങ്ങനെയായാലും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. പ്രത്യേകിച്ചും കോസ്റ്റ കോഫിയുടെയും പിസ്സ ഹട്ടിൻ്റെയും റവന്യൂവും ഗ്രോസ് മാർജിനും തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ അവിടെ റവന്യൂവിൽ കാണിച്ച ഇടിവ് അത്രയും ഗ്രോസ് മാർജിനിൽ ഡിക്ലൈൻ ആയിട്ടില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് ആയിട്ട് ഈ കമ്പനിയുടെ ടോട്ടൽ ഗ്രോസ് മാർജിൻ നോക്കുകയാണെങ്കിൽ, അതായത് കോർ ബ്രാൻഡ് ബിസിനസ്സിൽ നിന്നുള്ള ടോട്ടൽ ഗ്രോസ് മാർജിൻ നോക്കുകയാണെങ്കിൽ 69.55% നിന്നും 69.87% ടോട്ടൽ ഗ്രോസ് മാർജിൻ വർദ്ധിച്ചിട്ടുണ്ട്. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ IPO ഏകദേശം 1838 കോടി രൂപയുടെ IPO ആണ്. ഈ IPOയിൽ 440 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂവും 1398 കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലുമാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ പ്രൊമോട്ടർ സ്ഥാനത്ത് രവികാന്ത് ജയ്പൂരിയ, വരുൺ ജയ്പൂരിയ, RJ കോർപ്പ് എന്നീ പ്രൊമോട്ടറെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഈ കമ്പനിയിൽ ഇപ്പോൾ പ്രൊമോട്ടറിന് 75.79% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. 75.79% സ്റ്റേക്ക് ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സിനും 14.07% പബ്ലിക് ഷെയർ ഹോൾഡിംഗുമുണ്ട്. ഡൺ ഏൺ എന്ന കമ്പനി വഴിയുള്ള പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ആണ് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇന്ത്യക്ക് 4.57% സ്റ്റേക്ക് ഹോൾഡിംഗും അതുപോലെ തന്നെ സാബ്രെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസൾട്ടൻസിന് 1.52% സ്റ്റേക്ക് ഹോൾഡിംഗുമുണ്ട്. IPOയ്ക്ക് ശേഷം പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 67.99% താഴും. IPO ആരംഭിക്കുന്നത് 4 ആഗസ്റ്റ് 2021 IPO അവസാനിക്കുന്നത് 6 ഓഗസ്റ്റ് 2021 IPO പ്രൈസ് ബാൻഡ് നോക്കുകയാണെങ്കിൽ ലോവർ പ്രൈസ് ബാൻഡ്
ബാൻഡ് 86 രൂപയും അപ്പർ പ്രൈസ് ബാൻഡ് 90 രൂപയുമാണ്. ഒരു മാർക്കറ്റ് ലോട്ടിൽ 165 ഷെയറുകളായിരിക്കും കാണാൻ സാധിക്കുക. 165 ഷെയറുകൾക്ക് നമ്മൾ പേ ചെയ്യേണ്ട പൈസ ഏകദേശം 14,850 രൂപയാണ്. അതുപോലെ തന്നെ മാക്സിമം റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് 2,145 ഷെയറുകളായിരിക്കും വാങ്ങാൻ സാധിക്കുക. അതായത് 13 ലോട്ടിൻ്റെ വില 1,93,050 രൂപയാണ്. IPOയുടെ അലോട്ട്മെൻറ്റ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 11 ഓഗസ്റ്റ് 2021 അതായത് 11 ഓഗസ്റ്റ് 2021 നമ്മൾക്ക് അറിയാൻ സാധിക്കും IPO നമ്മൾക്ക് അലോട്ടഡ് ആയോ ഇല്ലയോ എന്നുള്ള ഫാക്റ്റ്. IPO അലോട്ട് ആയില്ലെങ്കിൽ 12 ഓഗസ്റ്റ് 2021 മുതൽ ഫണ്ട് റീഫണ്ട് ആയി തുടങ്ങും. IPOയുടെ ലിസ്റ്റിംഗ് ഡേറ്റ് 16 ഓഗസ്റ്റ് 2021. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിൻ്റ് അനാലിസിസിലേക്ക് കടക്കാം. കമ്പനിയുടെ ഏറ്റവും സ്ട്രോങ് പോയിൻ്റായിട്ട് കാണുന്നത് ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. അതായത് പ്രത്യേകിച്ചും KFC എന്ന ബ്രാൻഡ് ഹൗസ് ഹോൾഡ് ബ്രാൻഡ് എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ഏറ്റവും അധികം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുമുള്ള ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ ഓപ്പറേറ്റേഴ്സാണ് ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. പ്രത്യേകിച്ചും COVID-19 പാൻഡമിക് സമയത്തു കൂടിയും ഈ കമ്പനി 109ഓളം ബ്രാഞ്ചുകളാണ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്തത്. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അപ്രോച്ച് തന്നെയാണ് നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്ന ഒട്ടുമിക്ക QSR റീജിയനിലുള്ള കമ്പനികളും ലോസ് മേക്കിംഗ് കമ്പനികൾ തന്നെയായിരിക്കും. ഗ്രാജുവലി അവരവരുടെ പെർഫോമൻസും അതുപോലെ തന്നെ സ്ട്രാറ്റജിയും ഇംപ്രൂവ് ചെയ്താണ് പ്രോഫിറ്റിലേക്ക് എത്തുന്നത്. ഇത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബലി പല ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് കമ്പനികളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കമ്പനികളെല്ലാം ഇതേ ഫേസിലൂടെ തന്നെ കടന്നുപോയ കമ്പനികളാണ്. അതുകൊണ്ട് ലോസ് മേക്കിംഗ് കമ്പനി എന്ന ഒറ്റ കാരണം പറഞ്ഞ് നമ്മൾക്ക് ഈ IPOയെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. ഇതുകൂടാതെ കമ്പനിയുടെ ലോസ് ഇയർ ഓൺ ഇയറിൽ റെഡ്യൂസ് ചെയ്തു വരുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ്. ഇനി ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിൻ ഇന്ത്യൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഏകദേശം 37% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു സെക്ടറാണ്. അതുകൊണ്ട് ഈ സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് അത്ര ഈസിയായി അവോയ്ഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി ഈ കമ്പനി അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട റിസ്കുകളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തെ റിസ്ക്കാണ് നെഗറ്റീവ് പബ്ലിസിറ്റി. നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ഏറ്റവും അടുത്ത ഉദാഹരണം നമ്മൾ ബർഗർ കിങ് എന്ന കമ്പനിയിൽ കണ്ടതാണ്. അതായത് ഹലാൽ ചിക്കനുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സറി വന്നപ്പോൾ ഈ കമ്പനിയുടെ സെയിൽസിനെയും അതുപോലെ തന്നെ പ്രോഫിറ്റിനെയും അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയുണ്ടായി. നെഗറ്റീവ് പബ്ലിസിറ്റി ഫുഡ് സെക്ടറിലെ ഒരു കമ്പനികളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. 2-3 വർഷം മുമ്പ് മാഗി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വന്നപ്പോൾ നെസ്ലയുടെ ഷെയറിലും നമ്മൾക്ക് വളരെ വലിയ ഒരു ഇടിവാണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ കമ്പനികളെല്ലാം അവരുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അവരുടെ ഓപ്പറേറ്റിംഗ് സ്റ്റോർ ലീസിന് എടുത്തുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ഫ്യൂച്ചറിൽ ഈ കമ്പനിയുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ വളരെ ഒരു ഹ്യൂജ് എമൗണ്ട് ലീസ് എമൗണ്ടിലേക്ക് അല്ലെങ്കിൽ ലീസ് കവർ ചെയ്യുന്നതിന് നീക്കി വെക്കേണ്ടതായിട്ട് വരും. ഇത് ഈ കമ്പനി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിസ്ക് ആയിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ബ്രാൻഡുകളുടെ കോമ്പറ്റീഷനും നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് QSR സെക്ടർ നോക്കുകയാണെങ്കിൽ QSR സെക്ടറിൽ ലോക്കൽ ഇൻഫ്ലുവൻസും ഉണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡഡ് കമ്പനികളുടെ കോമ്പറ്റീഷനുമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ IPO തന്നെ നോക്കുകയാണെങ്കിൽ QSR സെക്ടറിലെ 2 കമ്പനികളാണ് ഈ IPO സെക്ടറിലേക്ക് തന്നെ വന്നത്. അതുപോലെ തന്നെ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ദേവയാനി ഇൻ്റർനാഷണൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പിസ്സ ഹട്ട് എന്ന ബ്രാൻഡ് ഡൊമിനോസ് എന്ന ബ്രാൻഡിൽ നിന്നും വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ് നേരിടുന്നത്. ഇവിടെ എൻ്റയർ പിസ്സ ഡെലിവറിയുടെ പെർസെൻറ്റേജ് നമ്മൾ കണക്കിലാക്കുകയാണെങ്കിൽ ഡൊമിനോസിന് ഏകദേശം 76% മാർക്കറ്റ് ഷെയർ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇത് പിസ്സ ഹട്ടിൻ്റെ മാർക്കറ്റ് ഷെയറിനെ വീണ്ടും സ്ക്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു കാരണമാകും. അതുപോലെ തന്നെ ദേവയാനി ഇൻ്റർനാഷണലിൻ്റെ കോസ്റ്റ കോഫി എന്ന ബ്രാൻഡും അത്ര നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ബ്രാൻഡല്ല. കാരണം പ്രീമിയം ലെവൽ നോക്കുകയാണെങ്കിൽ സ്റ്റാർബക്സ് എന്ന ലെവലിൽ നിന്നും ഈ കമ്പനിക്ക് വളരെ വലിയൊരു കോമ്പറ്റീഷനാണ് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും നേരിടേണ്ടി വരുന്നത്. അഫോർഡബിൾ കോഫി ഷോപ്പ് നോക്കുകയാണെങ്കിൽ അവിടെ കോഫി ഡേ എന്ന് പറയുന്ന ഒരു കോഫി ഷോപ്പ് കൂടിയുണ്ട്. ഇത് രണ്ടും കോസ്റ്റ കോഫിയുടെ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ പ്രോഫിറ്റിനെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസിൽ പിസ്സ ഹട്ടിൻ്റെയും അതുപോലെ തന്നെ കോസ്റ്റ കോഫിയും നേരിടുന്ന ചലഞ്ചസുകൾ വ്യക്തമായി തന്നെ കാണാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ QSR സെക്ടറിലെ പല റെസ്റ്റോറൻറ്റുകളും ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്ന പുതിയ സെക്ടറിൽ നിന്നുള്ളൊരു കോമ്പറ്റീഷനും നേരിടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട റിസ്കുകൾ. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വാല്യൂഷൻ അനാലിസിസിലേക്ക് കടക്കാം. കമ്പനി ലോസ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ട് നമ്മൾക്ക് PE ഉപയോഗിച്ചോ അല്ലെങ്കിൽ EPS ഉപയോഗിച്ചോ ഉള്ള ഒരു കൺവെൻഷണൽ വാല്യൂവേഷൻ അനാലിസിസ് ഇവിടെ സാധ്യമല്ല. പകരം ഈ കമ്പനിയെ അതിൻ്റെ പിയർ ഗ്രൂപ്പുമായി കമ്പയർ ചെയ്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസിലുള്ള ഒരു വാല്യൂഷൻ അനാലിസിസ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. സെക്ടറിലെ മാർക്കറ്റ് ലീഡറായ ജുബിലൻറ്റ് ഫുഡുമായി ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജുബിലൻറ്റ് ഫുഡിന് 48,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ദേവയാനി ഇൻ്റർനാഷണൽ എന്ന
കമ്പനിക്ക് 12,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുമാണ് കാണാൻ സാധിക്കുന്നത്. റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ ജുബിലൻറ്റ് ഫുഡിന് ഏകദേശം 3,885 കോടി രൂപയുടെ റവന്യൂവും ദേവയാനി ഇൻ്റർനാഷണലിന് 1,516 കോടി രൂപയുടെ റവന്യൂവുമാണ് കാണാൻ സാധിക്കുന്നത്. ദേവയാനി ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് മുകളിൽ 463 കോടി രൂപയുടെ ഡെപ്റ്റ് ഉണ്ട്. ജുബിലൻറ്റ് ഫുഡ് ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് നോക്കുകയാണെങ്കിൽ ജുബിലൻറ്റ് ഫുഡ് എന്ന കമ്പനിക്ക് 16.2% റിട്ടേൺ ഓൺ നെറ്റ് വർത്തും ബാക്കിയുള്ള എല്ലാ കമ്പനികൾ അതായത് ദേവയാനി ഇൻ്റർനാഷണലിന് -48.5%, വെസ്റ്റ് ലൈഫ് ഡെവലപ്മെൻറ്റിന് -20.7%, ബർഗർ കിങ്ങിന് -25.8%. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും റവന്യൂവും തമ്മിലുള്ള കോമ്പോസിഷൻ വെച്ച് നമ്മൾ ഈ കമ്പനിയുടെ വാല്യൂഷൻ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു വാല്യൂഷനിൽ ഈ കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ചെയിനിൽ വളരെ ചീപ്പായിട്ട് വളരെ കാലത്തിന് ശേഷമാണ് ഈ ഒരു IPO കാണാൻ സാധിച്ചത്. റീസണബിളി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ IPO വാല്യൂവേഷൻ റീസണബിളി വാല്യൂവേറ്റഡ് ആയിട്ടുള്ള ഒരു IPO ആണെന്ന് കാണാൻ സാധിക്കും. SWOT അനാലിസിസിലേക്ക് കടക്കാം. SWOT അനാലിസിസ് നോക്കുകയാണെങ്കിൽ 2015 മുതൽ 2020 വരെയുള്ള ഇന്ത്യൻ ഫുഡ് സർവീസ് സെക്ടറിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 1.9% എന്ന CAGRലാണ് ഗ്രോത്ത് സംഭവിച്ചിരിക്കുന്നത്. അതായത് 2015 ട്രാൻസാക്ഷൻ വഴി ഇന്ത്യൻ ഫുഡ് സർവീസ് സെക്ടറിന് ലഭിച്ച റവന്യൂ 76 ബില്യൺ ആയിരുന്നു. ഇപ്പോൾ അത് 2020 അത് 83.7 ബില്യണായി മാറിയിട്ടുണ്ട്. ഇവിടെ COVID-19 പാൻഡമിക്കിൻ്റെ ഇമ്പാക്റ്റ് മൂലം ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ചില ചേഞ്ചസുകൾ വന്നിട്ടുണ്ട്. ഈറ്റിംഗ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഹോം ഡെലിവറി എന്ന സെക്ടറിലേക്കാണ്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 2020 മുതൽ 2025 വരെയുള്ള ഈ സെക്ടറിൻ്റെ സെയിൽസ് ഗ്രോത്ത് 6.9% എന്ന റേറ്റിലുള്ള സെയിൽസ് ഗ്രോത്ത് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. QSR സെക്ടറിലെ ഒരു കമ്പനി ആയതുകൊണ്ട് ഈ കമ്പനിക്ക് അതിൻ്റെ നേട്ടവും നേടാൻ സാധിക്കും. അതായത് ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള സെക്ടർ തന്നെയാണ്, ഫ്യൂച്ചർ പ്രോമിസിംഗ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പനിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തെക്കുറിച്ചാണ്. അതായത് ഈ കമ്പനിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾക്ക് ഈ കമ്പനിയിലുള്ള റീറ്റെയിൽ അലോക്കേഷൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. കമ്പനി ലോസ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ട് 10% റീറ്റെയിൽ അലോക്കേഷൻ മാത്രമേ സെബിയുടെ പുതിയ റൂൾ അനുസരിച്ച് ദേവയാനി ഇൻ്റർനാഷണൽ എന്ന കമ്പനിയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് IPO ലഭിക്കാനുള്ള സാധ്യത അല്പം കുറവാണ്. IPO ലഭിക്കാനുള്ള സാധ്യത കുറയുമ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുകയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നമ്മൾക്ക് ഈ കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതുമാണ്. റീസെൻ്റ്ലി ഞാൻ ഈ ഇപ്പോഴുള്ള IPOകളുടെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു IPOയിൽ ആവറേജ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും 42 ലക്ഷം ആപ്ലിക്കേഷൻസ് ആണ് ലഭിക്കുക. ദേവയാനി ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ IPO സൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 1.23 ലക്ഷം ആപ്ലിക്കേഷൻസ് ഈ IPOയിൽ ലഭിക്കുകയാണെങ്കിൽ ഈ IPO ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഓൺ ടൈം സബ്സ്ക്രൈബ് ആയെന്ന് പറയാൻ സാധിക്കും. അതുവഴി നമ്മൾ 42 ലക്ഷം ആപ്ലിക്കേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 35% മുതൽ 40% വരെ ഓവർ സബ്സ്ക്രൈബ് ആകാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. മാർക്കറ്റ് കണ്ടീഷൻ ഫേവറബിൾ ആണെങ്കിലുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 35% മുതൽ 50% വരെയുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. IPO വാച്ചിലെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കുകയാണെങ്കിൽ അവിടെ 50 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഗ്രേ മാർക്കറ്റ് പ്രീമിയമാണ് ഇവിടെ കാണുന്നത്. അതായത് 90 രൂപ അപ്പർ പ്രൈസ് ബാൻഡുള്ള ഈ കമ്പനിയിൽ 50 രൂപയും കൂടി ചേർന്ന് 140 രൂപ എന്ന റേഞ്ചിലായിരിക്കാം ഈ സ്റ്റോക്ക് ലിസ്റ്റഡ് ആകുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്